ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. വീണ്ടും തിരുവചനമായി തിരുവചനത്തിലായിരിക്കാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ 49, 50, 51 അതുപോലെ തന്നെ തിമോത്തിയോസിൻ്റെ 2 തിമോത്തി 1, 2, 3 ലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്പേഴ്സ് സ്തോത്രം 18, 19 അധ്യായത്തിലേക്കൊക്കെ ബുക്ക് ഓഫ് ആക്ട്സ് നമ്മളിന്ന് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. റോമാലേഖനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ തുടർമാനമായി നാം വചനം ചിന്തിക്കണം, പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം. ഹല്ലേലൂയ. എൻ്റെ വചനത്തിൽ ഞാൻ വചനം പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ വചനം കേൾക്കുന്ന ഹല്ലേലൂയ എന്നെക്കാളും വചനം പഠിച്ച വ്യക്തികൾ തെറ്റുള്ളത് തിരുത്തരുവാനും ദയവായി ഞാൻ അപേക്ഷിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ തുടർമാനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇന്നത്തെ വചനത്തിൻ്റെ ചിന്തകൾ 1 തിമോത്തിയോസിൻ്റെ ലേഖനം 5, 6 അധ്യായത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ യഹോവ ഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന സ്തോത്രം 3 ചാപ്റ്റർ 4 12 വാക്യം 12, 11 വാക്യങ്ങളിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ദൈവഭക്തിയുടെ മർമ്മം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവഭക്തി അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ വലിയ മർമ്മം ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസായ അപ്പോസ്തലൻ ഹല്ലേലൂയ ജനത്തിന് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ ഇത് വളരെ വ്യക്തമായി ഹല്ലേലൂയ പറയുവാനിടയായിത്തീരുന്നു. പല കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത് ഹല്ലേലൂയ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഒന്നാമതായി നാം കാണുന്നത് കർത്താവായ ദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ ജഡത്തിൽ വെളിപ്പെടുവാനിടയായിത്തീർന്നു. സ്തോത്രം. ആത്മാവിൽ നീതി, രണ്ടാമത് കാണുന്നു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, 4 ജാതികളുടെ ഇടയിൽ അവൻ പ്രസംഗിച്ചു. സ്തോത്രം. ജഡത്തിൽ ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ നാം കാണുന്നു കന്യാമറിയം ഒരു സാധാ കന്യകയുടെ ഉദരത്തിൽ അവൻ ഒരു മനുഷ്യനായി പിറക്കുകയാണ്. എന്തുകൊണ്ടാണ് പിറന്നത്? നമുക്ക് വേണ്ടി, നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകത്തങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുവാൻ. സ്തോത്രം. അപ്പോൾ അവൻ ജഡത്തിൽ നമ്മൾക്ക് വേണ്ടി ജഡത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ടു. സ്തോത്രം. ആത്മാവിൽ അവൻ നീതീകരിക്കപ്പെടുവാനായത്. പരിശുദ്ധൻ്റെ ആത്മാവിനാൽ നാം കാണുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിന് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ്റെ കൈക്കിൽ അവൻ സ്ഥാനമേറ്റ് എഴുന്നേൽക്കപ്പെട്ടപ്പോൾ സ്വർഗീയ പരിശുദ്ധാത്മാവ് അവനെക്കുറിച്ച് സാക്ഷ്യം പറയുവാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ആത്മാവിൽ അവൻ നീതീകരിക്കപ്പെടുവാനിടയായിത്തീർന്നു. സ്തോത്രം. മൂന്നാമതായി കാണാൻ വന്നത് ദൂതന്മാർക്ക് അവൻ പ്രത്യക്ഷനായി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. 4 ജാതികളുടെ ഇടയിൽ അവൻ പ്രസംഗിക്കപ്പെട്ടു. ഗലീലയിലും ഭൂമിയുടെ അറ്റത്തോളം ഹല്ലേലൂയ കർത്താവിൻ്റെ ഒരു സുവിശേഷം പ്രസംഗിപ്പാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ പിതാവിൻ്റെ ഇഷ്ടം എന്താണ്, പിതാവിൻ്റെ വരവെന്താണ്, പിതാവ് നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ സ്വർഗീയ പിതാവിനെക്കുറിച്ചുള്ള ഹല്ലേലൂയ പൂർണ്ണത, നിത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണത അവിടെ ഹല്ലേലൂയ പ്രസംഗിപ്പാനിടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ അവൻ വിശ്വസിക്കപ്പെട്ടു. സ്തോത്രം. സ്വർഗീയ പിതാവ് യേശുവിൻ്റെ ദൈവപുത്രനെന്ന് ലോകം അവനെ വിശ്വസിക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. മാത്രമല്ല മരിച്ച 3-ാം നാളിൽ തേജസ്സിൽ അവൻ എടുക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ആ ഉയർപ്പിൻ്റെ ശക്തിയാണ് പ്രിയ ദൈവമക്കളെ നമ്മിന്മേൽ ഇന്ന് വാഴുന്നത്. സ്തോത്രം. ആകിയാൽ സ്തോത്രം ദൈവത്തിൻ്റെ ആ ശക്തിയുടെ ആ ഭക്തിയുടെ മർമ്മം നാം ഈ നാളുകളിൽ മനസ്സാലാക്കി അതും പ്രകാരം ജീവിപ്പാൻ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ ഹല്ലേലൂയ പൂർണ്ണത മനസ്സിലാക്കി അതും പ്രകാരം ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ഈ ഹല്ലേലൂയ ദൈവം ശക്തീകരിക്കട്ടെ, ആത്മാവി ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാട്ടെ. ഗോഡ് ബ്ലസ് യു.